ونشهد أن محمد رسول الله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, ഉമറാക്കൾ, സഫ്വ അംഗങ്ങൾ, പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം വരുന്ന 26, 27, 28 മാർച്ച് 1 തീയതികളിൽ മലപ്പുറം കോട്ടക്കലിൽ നടക്കുന്ന സംഭവബഹുലമായ SYS 60ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി 6 പതിറ്റാണ്ട് കാലം മത, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, സാധുസഹായ, സംരക്ഷണ മേഖലകളിൽ അതുല്യമായ സേവനങ്ങളർപ്പിച്ച നമ്മുടെ മഹത്തായ സംഘടനയുടെ സന്ദേശം, നമ്മുടെ സമ്മേളനത്തിന്റെ പ്രമേയം വിളിച്ചറിയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് മഹാനായ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ അവരുടെ മഹത്തായ കരങ്ങളിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി വിനീതരായ ഞങ്ങൾ ഈ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ യഥാർത്ഥ ഇസ്ലാമിന്റെ വെളിച്ചം എത്തിച്ചേർന്ന പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും സാലിഹീങ്ങളെയും ഏത് കാലത്തും ബഹുമാനിച്ചും ആദരിച്ചും സ്നേഹിച്ചും വരുന്ന ഈ കാസർഗോഡ് ജില്ലയിൽ അതിന്റെ സമാപനം വളരെ ഗംഭീരമായി ഇവിടെ നിങ്ങളുടെ സ്വീകരണത്തോടുകൂടി അവസാനിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷം ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ, ഏറ്റവും മെച്ചമായ സ്വീകരണമെന്ന് ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തു നിന്നും തോന്നി. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു വലിയ ജനസമുദ്രം തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയത് കണ്ടപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി. അല്ലാഹു തആല ഇതെല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം അത് വെറും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രം പഠിപ്പിച്ച ഒരു മതം അല്ല. മറിച്ച് വിശ്വാസപരമായ രംഗങ്ങളിലും കർമ്മരംഗങ്ങളിലും ആചാരങ്ങളിലും സ്വഭാവങ്ങളിലും നയങ്ങളിലും എല്ലാ നന്മയുടെയും സന്ദേശം നൽകിയ മതമാണ് അൽ ഇസ്ലാം. അതാണ് അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ മതം. പക്ഷേ നമ്മുടെ യുവാക്കളെ പലരും തട്ടിയെടുത്ത് അവരുടെ ആരോഗ്യവും ഊർജവും ചൂഷണം ചെയ്ത് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനും പലപ്പോഴും വർഗീയതയും ഭീകരവാദവും തീവ്രവാദവും മറ്റ് പല ആശയങ്ങളും അവർ ഹൃദയത്തിൽ കുത്തിച്ചെലുത്തി സമാധാനമുണ്ടാക്കുന്നതിന് പകരം അസമാധാനം സൃഷ്ടിക്കാനുള്ള വക്താക്കളായി അവരെ മാറ്റിയെടുക്കാൻ പല കോണുകളിൽ നിന്നും പലവിധത്തിലുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലം
പല ലഹരികളും അവരുടെ മനസ്സിലേക്ക് കുത്തിച്ചെലുത്തി. മദ്യലഹരിയോ അല്ലെങ്കിൽ വർഗീയ ലഹരിയോ രാഷ്ട്രീയ ലഹരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരിയോ അവരുടെ മനസ്സുകളിലേക്ക് കൊണ്ടുപോയി മന്ത്രിച്ച് അവരെ രാജ്യത്തിന് നന്മ വിതക്കുന്നവരാകുന്നതിന് പകരം രാഷ്ട്രനന്മകളിൽ സഹകരിക്കുന്നവരും സമയം ചെലവഴിക്കുന്നവരുമാകുന്നതിനു പകരം തിന്മകൾ വിതക്കുന്നവരായി യുവാക്കളെ വഴിതിരിച്ചുവിടാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കളെ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ മഹാന്മാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ 1954 രൂപീകരിച്ച സംഘടനയാണ് ബഹുജന സംഘടനയായ സമസ്ത കേരള സുന്നി യുവജന സംഘം SYS. അതിന്റെ ഓരോ സമ്മേളനങ്ങളും വലിയ വലിയ സന്ദേശങ്ങളാണ് സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. അതിന്റെ 25ാം വാർഷികം മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു മഹാനവരുടെ പേരിലാണല്ലോ ഈ നഗരി ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, മർഹൂം ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു വലിയ ഒരു ആത്മീയ നേതാവായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. സുന്നി ടൈംസിലോ സുന്നി വോയ്സിലോ വായിച്ചതെനിക്ക് ഓർമ്മയുണ്ട്. ശിഷ്യനായ മുഹമ്മദ് മുസ്ലിയാർ കാസർഗോഡ് ഭാഗത്താണെന്നാണ് എന്റെ ഓർമ്മ. ഒരു നോമ്പുതുറ പരിപാടിയിലേക്ക് ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ കൂടെ വന്നപ്പോൾ കുറേ വിഭവങ്ങൾ, കുറേ ഐറ്റംസുകൾ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. മുഹമ്മദ് മുസ്ലിയാരെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, ഇതൊക്കെ അനാവശ്യമല്ലേ, ഇത്ര അധികം എന്തിനാണ്? അത് തോന്നിക്കഴിയുമ്പോഴേക്ക്, ഓ മുഹമ്മദ് മുസ്ലിയാർ, ഇക്റാമുൻ ലാ ഇസ്റാഫ്, ഇത് അനാവശ്യമല്ല, ഇത് മഹാന്മാരെ ആദരിക്കലാണ് എന്ന് മനസ്സിലുള്ളത് നോക്കിപ്പറഞ്ഞ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു മഹാനവറുകളാണ് മർഹൂം EK ഹസൻ മുസ്ലിയാരെ പ്രസിഡന്റാക്കി ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുർ ഉസ്താദിനെ ജനറൽ സെക്രട്ടറിയാക്കി ഈ മഹത്തായ സംഘടന ആ രണ്ട് മഹാന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊടുത്തത്. അൽഹംദുലില്ലാഹ്, അന്ന് മുതൽ ഈ സംഘടനയ്ക്ക് വലിയ വലിയ മുന്നേറ്റങ്ങളുണ്ടായി. ഹസൻ മുസ്ലിയാർ അവറുകൾ ഇടയ്ക്ക് വെച്ച് നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അള്ളാഹു അവിടുത്തെ ഖബറിടം സന്തോഷത്തിലാക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവിടുത്തെ സഹോദരപുത്രനായ മുഹമ്മദ് മുസ്ലിയാർ 2 ദിവസം മുമ്പ് മരണപ്പെട്ടുപോയി. അവരുടെ ഖബറും അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് 78ലെ സമ്മേളനം. ഞാനന്ന് മാനാഞ്ചിറ മൈതാനിയിൽ ഒരു ചെറിയ പത്രം വിരിച്ച് ആ സമ്മേളനം കേട്ടവനാണ്. ആ സമ്മേളനത്തോടനുബന്ധിച്ചാണ് മഹാനായ മർഹൂം മുഹമ്മദ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി കോഴിക്കോട്ട് വന്ന് മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന മഹത്തായ സ്ഥാപനത്തിന് ശിലയിടുന്നത്. ആ ഒരു സമ്മേളനത്തിന്റെ ഗുണഫലം എത്ര ലക്ഷങ്ങളാണ് അനുഭവിച്ചത്, എത്ര ആയിരങ്ങൾക്കാണ് വിദേശത്തും നാട്ടിലും തൊഴിൽ കിട്ടിയത്, എത്ര യതീം കുട്ടികളാണ് ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദ്യാഭ്യാസ വിലക്ഷണരുമായി മാറിയത്, എത്ര ആയിരക്കണക്കിന് പണ്ഡിതന്മാരാണുണ്ടായത്. അത് ഒരു സമ്മേളനത്തിന്റെ ഫലമാണ്. നമ്മൾ മനസ്സിലാക്കണം, അത് കഴിഞ്ഞതിന് ശേഷമാണ് 35ാം വാർഷികം എറണാകുളത്ത് മഹാനായ മൗലാന MA ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. മഹാനവറുകളും മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദും നേതൃത്വം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളുടെ CM വലിയുല്ലാഹിയുടെ വടകര മുഹമ്മദ് ആജി തങ്ങളുടെ അങ്ങനത്തെ വലിയ വലിയ മഹാന്മാരുടെ ആശീർവാദത്തോടെ, പ്രാർത്ഥനയോടെ, സാന്നിധ്യത്തോടെ 1989 35ാം വാർഷികം നടക്കുന്നത്. അതുമുതൽക്കാണ് കേരളം നിറയെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരത്തെ ഉസ്താദ് അവർകൾ സൂചിപ്പിച്ചതുപോലെ നിറച്ചുകൊണ്ടുവരാൻ കർണാടകയിലും അതിന്റെ ഫലങ്ങളുണ്ടായി. അല്ലാഹു കർണാടകയിലുള്ള സ്ഥാപനങ്ങളും നമുക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. തമിഴ്നാട്ടിലും അങ്ങനെ ഡൽഹി വരെ എല്ലാ സ്ഥലങ്ങളിലും
സമ്മിശ്ര വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥാപനങ്ങൾ. അത് കഴിഞ്ഞ് 40ാം വാർഷികം മലപ്പുറത്ത് നടന്നു. നമ്മളൊരു പാസ്പോർട്ട് എടുത്ത് നോക്കിയാൽ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ജനിച്ച സ്ഥലവും കാണണം. അതുപോലെ ഓരോരുത്തരും സമ്മേളനം കഴിക്കുമ്പോൾ മുമ്പ് കഴിച്ച സമ്മേളനത്തിന്റെ സ്ഥലവും പറയണം, അതുപോലെ ഡേറ്റും പറയണം. അത് പറയാൻ SYSന്റെ സമ്മേളനമാണെങ്കിൽ അത് SYSന്റെ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന SYSന്റെ പ്രവർത്തകർക്ക് മാത്രമേ കഴിയൂ എന്നതിന്റെ വ്യക്തമായ തെളിവും കൂടിയാണ് ഞാൻ പറയുന്നത്. 40ാം വാർഷികം മലപ്പുറത്ത് നടന്നു. ആ സമയത്ത് പല സ്ഥലങ്ങളിലും സ്ത്രീധനത്തിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും വാശിയും വഴക്കും വക്കാണവും കുടുംബബന്ധം മുറിക്കലും അങ്ങനെയുള്ള ഒരു കാലം. 40 പാവപ്പെട്ട പെൺകുട്ടികളെ അവർക്ക് ചെറിയ ആഭരണം നൽകി, 10 പവന്റെ ആഭരണം നൽകി, മഹർ വാങ്ങാൻ കഴിയാത്ത പാവപ്പെട്ട വരന് മഹറിന് സംഖ്യ കൊടുത്ത് 40 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു, സമൂഹ വിവാഹം കഴിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അതിന്റെ ശേഷം പിന്നെ എത്ര സമൂഹ വിവാഹങ്ങളാണ് കേരളത്തിലും കർണാടകയിലുമൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരു സമ്മേളനത്തിന്റെ ഫലം അതാര് പലരും അതിനെല്ലാം അൽഹംദുലില്ലാഹ് അന്നതിന് നേതൃത്വം നൽകിയ ശൈഖുനാ ഉസ്താദ് അവറുകൾക്കും MA ഉസ്താദിനുമൊക്കെ എത്രയായിരിക്കും അല്ലാഹു പ്രതിഫലം നൽകുന്നത്. ഇരിക്കട്ടെ, ഇന്നും വലിയ സമൂഹ വിവാഹം കഴിഞ്ഞിട്ടാണ് ഉസ്താദ് അവറുകൾ വരുന്നത് എന്നാണ് ഇടയ്ക്ക് സൂചിപ്പിച്ചത്. അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് മാത്രം അല്ല. ഇപ്പൊ നിങ്ങളറിയോ, ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ യുവാക്കൾ ചെറുപ്പക്കാര് എത്രയെ സ്ത്രീധനം തരാന്ന് ചോദിക്കുന്നത് വളരെ മോശമായ ഒരു ഏർപ്പാടാണെന്ന് എല്ലാ യുവാക്കളും മനസ്സിലാക്കി. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ആളുകളൊക്കെ നേർച്ച പൈസ കൊണ്ട് വേർപ്പിക്കാൻ വേണ്ടി വരുമ്പോ പെൺകുട്ടിക്ക് ഒരു ഒത്ത വരനെ കിട്ടണമെന്ന് പറയുന്നവർ വളരെ കുറവാ. എന്റെ മകൻ പോകുന്നതിന് മുമ്പ് ഒരു നല്ലൊരു പെൺകുട്ടീനെ കിട്ടണം എന്ന് പറയുന്നവരായി മാറി. അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, അത് നമ്മുടെ ഒരു സമ്മേളനത്തിന്റെ വലിയ ഗുണഫലം. ഇനി അതിനുശേഷം നിങ്ങൾക്കറിയോ, 50ാം വാർഷിക സമ്മേളനം കോഴിക്കോട്ട് ഗോൾഡൻ ജൂബിലി നടന്നു. ആ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചായിരുന്നു ഇവിടെ വലിയ ഒരു സന്ദേശം. എന്തുകൊണ്ട്? ബാബരി മസ്ജിദിന്റെ തകർച്ചയടക്കം നടന്ന സമയം സുബ്ഹാനല്ലാഹ്, പലരും വളരെ അകന്നു ജീവിക്കുന്ന ഒരു സമയം. വർഗീയതയും അകൽച്ചയും പരസ്പരം കത്തിയെടുക്കലും കല്ലെറിയലും റോഡ് തടയലും, അങ്ങനെ വളരെ മോശമായ ഒരു അന്തരീക്ഷം. മഹാനായ ശൈഖുനാ അവറുകൾ അന്ന് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്ന പേരിൽ ആദ്യത്തെ കേരള യാത്ര നടത്തി. അതിനോടനുബന്ധിച്ചുകൊണ്ട് സമ്മേളനം നടന്നു. അങ്ങനെ എല്ലാ മനുഷ്യരുടെയും മനസ്സ് കോർത്തിണക്കി വർഗീയതയിൽ നിന്ന്, ഭീകരവാദത്തിൽ നിന്ന്, തീവ്രവാദത്തിൽ നിന്ന്, അനീതിയിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. എന്നാൽ ഓരോ സമയത്തും നമ്മുടെ ആദർശം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം, അത് ഇസ്ലാമിന്റെ ഐക്യമാണ്. ആ ഐക്യം തകർക്കാൻ ശ്രമിച്ച എല്ലാ ആളുകൾക്കും താക്കീത് നൽകിയിട്ടുണ്ട്. സുന്നത്തി ജമാഅത്തിന്റെ ആശയം വളരെ വ്യക്തമായി പറഞ്ഞിട്ടും പ്രചരിപ്പിച്ചിട്ടും ഉണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ സമ്മേളനത്തോടനുബന്ധിച്ച് മഹാനായ മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ വീണ്ടും കേരളത്തിലേക്ക് വന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ ഉസ്താദ് അവറുകൾ എന്നോട് പറഞ്ഞു, മുഹമ്മദ് അലവി മാലിക്കി തങ്ങളെ ഞാൻ മർക്കസിന് ശിലാസ്ഥാപനം വിട്ടുപോയി, മർക്കസ് വളരെ പുരോഗമിച്ച് നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആളുകൾ അവിടുന്ന് ഇറങ്ങി, ഞാൻ ക്ഷണിച്ചിട്ടൊന്നും ഇതുവരെയും വരാന്ന് സമ്മതിച്ചിട്ടില്ലായിരുന്നു. അതേസമയത്ത് ഈ പ്രാവശ്യം അപ്പോഴൊക്കെ പറഞ്ഞത് എനിക്ക് മദീനയിൽ നിന്ന് സമ്മതം കിട്ടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സമ്മതം കിട്ടണം. കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഗോൾഡൻ ജൂബിലിക്ക് വരാം, എനിക്ക് മദീനയിൽ നിന്ന് സമ്മതം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഉസ്താദ് അവർകൾ, മഹാനവർകൾ വരുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അൽഹംദുലില്ലാഹ്, മഹാനവർകൾ വന്നു. അങ്ങനെ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലിമീങ്ങൾക്ക് വേറെ ക്ലാസ്, പൊതുജനങ്ങൾക്ക് വേറെ ദുആ, അങ്ങനെ പ്രസംഗം ഒക്കെ നടത്തി. അങ്ങനെ സമസ്ത ഇസ്ലാമിക് സെന്റർ നമ്മുടെ സംഘ കുടുംബത്തിന്റെ ആസ്ഥാനത്തിന് ചിലയിട്ടു.
അൽഹംദുലില്ലാഹ് അത് നമ്മൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ അവിടെ നമ്മുടെ സംഘ കുടുംബങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, SYS, SMA, അങ്ങനെ തുടങ്ങി നമ്മുടെ സംഘ കുടുംബങ്ങൾ മുഴുവനും ആ ആസ്ഥാനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. SSF-ന് വളരെ നേരത്തെ തന്നെ സ്റ്റുഡൻസ് സെന്റർ എന്ന പേരിൽ ഒരു ആസ്ഥാനം ഉണ്ട്. എന്നാലും ആവശ്യത്തിന് അവരും ഈ ആസ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഈ സമ്മേളനം ഒരു പുതിയ സന്ദേശം നമ്മുടെ സമൂഹത്തിന് മുഴുവനും നൽകുകയാണ്. നിങ്ങൾ ഓർക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ. സുന്നത്ത് ജമാഅത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ, അതല്ലേ സുന്നത്ത്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം കൂട്ടായ്മ. മഹാന്മാരായ സ്വഹാബത്ത് എന്താണോ ഇവിടെ കൂട്ടായ്മയായി പഠിപ്പിച്ചിട്ടുള്ളത്, എന്താണോ താബിഈങ്ങളും തബഉ താബിഈങ്ങളും 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും മുൻകാല പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്, ആ കൂട്ടായ്മ മുറുകെ പിടിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നബി തങ്ങളുടെ ചര്യയും മുസ്ലിം കൂട്ടായ്മയും. അതിൽ നിന്ന് ഭിന്നിച്ചു പോയവർ, അവർ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചവരാണ്. ആ ഭിന്നിപ്പ് ഇതുവരെയായും എവിടെയും എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ലെന്നാണ് ഉസ്താദ് അവർകൾ പറഞ്ഞത്. എത്ര ഭിന്നിപ്പിച്ചാലും ഈ സമുദായത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഈ സമുദായം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഉറച്ചു നിൽക്കും. സ്വഹാബത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കും. 4 ഇമാമിങ്ങളുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കും. ലോകം മുഴുക്കെ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ അവർ സുന്നത്ത് ജമാഅത്തുകാരാണ്. നിങ്ങൾ നോക്കൂ, മക്കയിലേക്ക് നോക്കൂ, മദീനയിലേക്ക് നോക്കൂ. അവിടെ ജുമുഅ നിസ്കാരത്തിന് ബാങ്ക് എത്രയാണ്? 2 ബാങ്കാണ്. മക്കയിലും മദീനയിലും തറാവീഹ് നിസ്കാരം എത്രയാണ്? 4 മദ്ഹബും തറാവീഹ് 20 പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 20 റക്അത്താണ്. അവിടെ ഏത് ഭാഷക്കാർ ജുമുഅക്ക് വന്നാലും എല്ലാവർക്കും ബാങ്കും നിസ്കാരവും ഖുതുബയും ഇസ്ലാമിന്റെ കർമ്മത്തിന് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ഭാഷയായ അറബിയിൽ തന്നെയാണ്. ഇനിയോ മദീനയിലേക്ക് ചെന്നാൽ മസ്ജിദുൻ നബവി, ഏറ്റവും ബഹുമാനമുള്ള പള്ളി, ആ പള്ളിയുടെ ഒരു ചുമര് ഒരു ജാറത്തിന്റെ ചുമരും കൂടിയാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ജാറങ്ങളുണ്ട്, റൂസുകളുണ്ട്, വാളുകളുണ്ട്. അതിനെ കൊഞ്ഞനം കാണിക്കുന്ന ആളുകൾ ഓരോ മഹല്ലത്തിലും ഭിന്നിപ്പുണ്ടാക്കുന്നവർ അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മദീന പള്ളിയുടെ ഒരു ചുമര് ഒരു ജാറത്തിന്റെ ചുമരാണ്. ആ ജാറത്തിന്റെ ഉള്ളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നു. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അവിടെ സന്ദർശനത്തിലെത്തുന്നു. ആ ജാറത്തിന്റെ റൗണ്ട് പില്ലറിന്റെ മേലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ നിന്ന് ധാരാളം സംഭാവന ലഭിക്കുന്നു എന്ന് പറഞ്ഞ് നബിതങ്ങളോട് സഹായം തേടുന്ന പദ്യം സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. അവിടെ എല്ലാ ആളുകളും ചെന്നെത്തുന്നു. സുഹൃത്തുക്കളെ, ആ ജാറം നിങ്ങൾ ഓർക്കണം, ആ ജാറം ഇന്നും അവിടെ ഇല്ലേ? ഞാൻ വേദനയോടെ പറയാണ്. മഹാനായ ഇ.കെ. മുസ്ലിയാർ നവറല്ലാഹു മഖദ, അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവറല്ലാഹു മഖദ, അങ്ങനെയുള്ള മഹാന്മാർ നമുക്ക് അതാത് സമയങ്ങളിൽ സുന്നത്ത് ജമാഅത്തിനെതിരായ കക്ഷികൾ ആരാണെന്ന് വ്യക്തമായി പഠിപ്പിച്ചു തന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവര് സ്റ്റേജുമ കയറിയാൽ ഇതാ മറ്റുള്ളവരെ വിമർശിക്കുന്നു എന്ന് ചിലർ പറയും. ഇല്ല ഇല്ല, നമ്മൾ ഒരാളെയും വിമർശിക്കില്ല. ഒരാളെയും വിമർശിക്കൽ നമ്മുടെ ജോലിയല്ല. അതേസമയം അല്ലാഹുവിന്റെ ദീൻ മാറ്റിമറിക്കാൻ വേണ്ടി ആര് വന്നാലും ആരെയും ഞങ്ങൾ വിടുകയും ഇല്ല. ദീനാണ് ഞങ്ങൾക്ക് വലുത്, പരിശുദ്ധ ദീൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് മുൻപല്ല് പൊട്ടിത്തെറിച്ചത്? വീട്ടിൽ അരി വാങ്ങാൻ വേണ്ടിയാണോ? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലക്ക് മുറിവേറ്റത്? എന്തിനാണ് ഹബീബായ നബി തങ്ങളുടെ തണ്ടൻ കാലിൽ രക്തം പൊട്ടി ഒലിച്ചത്? എന്തിനാണ് അവിടുന്ന് നാട് വിട്ടത്?
എന്തിനാണ് അവിടുന്ന് മദീനയിൽ പോയി താമസിച്ചത്? എന്തിനാണ് വസദ്ദ മിൻ സഗാബിൻ അശാഅഹു വതവാ തഹ്തൽ ഹിജറതി കസ്ഹം മുത്റഫൽ ദമി. കല്ല് വയറ്റിൽ വെച്ച് കെട്ടിയിട്ട് ബിക്കാസ് എടുത്തിട്ട് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടങ്ങു കീറിയത്? അള്ളാഹുവിന്റെ ദീൻ ഹഖായ നിലക്ക് ഇവിടെ പ്രചരിപ്പിക്കാനല്ലേ. അത് നമുക്ക് മൂടിവെക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്ക്, ആരെയും വിമർശിക്കൂല എന്ന് പറയുന്ന ഒരു കൂട്ടര് വന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമാ മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദ, താജുൽ ഉലമാ നബറല്ലാഹു മർഖദ, അങ്ങനെയുള്ള ആലിമീങ്ങളോട് അവരുടെ പുസ്തകങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് അവരുടെ പുസ്തകങ്ങളൊക്കെ ഉറുദുവിലാണ്. പഠിച്ചിട്ട് അവരതാ സമസ്ത കേരള ജമിയത്തിനുള്ള ആലിമീങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചു. അങ്ങനെ ആലിമീങ്ങൾ പരിശോധിച്ച് എല്ലാവരും കൂടി പറഞ്ഞു, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് ജമാഅത്തിന് എതിരാണ്. എന്നാൽ ഇങ്ങനെ ആളായി വരുന്നത് വരെ ഉള്ളുകള്ളി പറയാതെ ഇങ്ങനെ കൊണ്ടുവരുന്നതായിരുന്നു. ഇപ്പോ തബ്ലീഗിന്റെ സ്ഥാപകന്മാരിൽപ്പെട്ട ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണിത്. ഇത് ഈ ഹൈവേ മാർച്ചിൽ എനിക്ക് തൊടുപുഴയെന്ന് കിട്ടിയതാ. തൊടുപുഴയാണ് അതിന്റെ ആദ്യത്തെ കേന്ദ്രം. ഇതിൽ പച്ച മലയാളത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഞാനൊരു ചെറിയ ഒരു ഉദാഹരണത്തിന് വേണ്ടി കുറഞ്ഞ ഭാഗം വായിക്കാണ്. മുൻകഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ആയ ഒരാളുടെയും ജന്മദിനം കൊണ്ടാടാൻ നബിതങ്ങൾ പ്രേരിപ്പിച്ചിട്ടില്ല. ഇതാരാശയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടിക്കൂടാ എന്ന് പറയുന്ന ആശയം ആരുടെ ആശയമാണ്? മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ തന്നെ പറയുന്ന വേറെ വാചകങ്ങൾ കേട്ടോളൂ നിങ്ങൾ. അബ്ദുറഹ്മാൻ ബാഫഖിത്തുകൾ അടക്കം ചെയ്തിരിക്കുന്ന ജന്നത്തുൽ മുഅല്ലായിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ പരിസരത്താണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇവിടെയൊന്നും ഖബറുകൾ വെട്ടുകല്ലിന്റെയും തനി മണ്ണിന്റെയും പണിയല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവർ മദീനയിൽ പോകാത്തതുകൊണ്ടല്ലേ? മദീനയിൽ പോയാൽ ആ പച്ചക്കുബ്ബ അവർക്ക് കണ്ടുകൂടെ? ആ വലിയ ജാറം കണ്ടുകൂടെ? ആ ജാറത്തിൽ കിടക്കുന്ന മഹാന്മാരെ പരിചയപ്പെട്ടുകൂടെ? എന്തേ മദീനയിൽ പോകാതിരുന്നത്? എന്നാ മക്കയിൽ തന്നെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹക്കടക്കം വലിയ ജാറം ഉണ്ടായിരുന്നത് അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പൊളിച്ചു കളഞ്ഞതല്ലേ? എന്ത് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ജാറങ്ങളൊന്നും മക്കയിൽ ഇല്ല എന്ന് തബ്ലീഗുകാരെ എഴുതി വെച്ചിട്ട് അതുകൊണ്ട് തീർന്നില്ല. ഗൾഫിൽ ഒരു സ്ഥലത്തും മണ്ണിന്റെയും കല്ലിന്റെയുമല്ലാത്ത ഒരു മഖബറകൾ ഇല്ല. അവിടൊന്നും ഭണ്ഡാരക്കുറ്റിയോ ഖബർ മൂടലോ വിളക്ക് വെക്കലോ തിരിവ് വെക്കലോ ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഞാനൊരു പഴയ ഗൾഫുകാരനാണ്. സഹാബാക്കളുടെ നാട് എന്ന നിലയിൽ ഇവിടുത്തേക്കാൾ ഉന്നതരാണ് ആ ഖബറിൽ കിടക്കുന്നവർ. അവിടൊന്നും ഖബറ് കെട്ടിപ്പൊക്കലും കൊടികെട്ടലും ആണ്ട് നേർച്ചയും ഒന്നുമില്ല. അനുവദനീയമല്ലാത്ത വരുമാന പ്രതീക്ഷയോടെ മൺമറഞ്ഞവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി കൊടിതൂക്കി ഹിന്ദുക്കളുടെ മാതിരി നിലവിളക്കും വെച്ച് വിവിധ നിറത്തിലുള്ള ബൾബുകൾ തൂക്കി പാമര ജനങ്ങൾക്ക് ഖബറാരാധനക്ക് അവസരമുണ്ടാക്കി കൊടുക്കലും അതിന് മൗനാനുവാദം കൊടുക്കുന്ന ആലിമീങ്ങളെന്ന് പറയപ്പെടുന്നവരും ഇത് നല്ലതാണോ എന്ന് അള്ളാഹു തന്ന ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നത് ഇരുലോക വിജയത്തിന് നല്ലതാണ്. ഓ, നമ്മളെ പഠിപ്പിക്കാമെന്നാ ആര്? സുഹൃത്തുക്കളെ, എത്രയെത്ര വലിയ ആലിമീങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി. അവര് തന്നെ പറഞ്ഞ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മഹാനവറുകൾ ഇവിടെ ജാറത്തിൽ പോകുന്ന ആളായിരുന്നില്ലേ? ഉറൂസിന് പങ്കെടുക്കുന്നവരായിരുന്നില്ലേ? ഇവിടെ കഴിഞ്ഞുപോയ മുഴുവൻ ആലിമീങ്ങളും അങ്ങനെയായിരുന്നില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സർവ്വ പണ്ഡിതന്മാരും മഹാന്മാർക്ക് കുബ്ബയുണ്ടാക്കുന്നത് പുണ്യകർമ്മമാണെന്ന് വസിയ്യത്തിന്റെ ബാബിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? അപ്പൊ ആ ഇമാമിങ്ങളെക്കാളൊക്കെ വിവരമുള്ള ഒരു കൂട്ടര്. എന്നാ അവരെ വിവരത്തിന്റെ ആഴം കേൾക്കണോ നിങ്ങൾക്ക്? ഇതിൽ പറയുന്നത് കേട്ടോളി. കാണൽ അനുവദനീയമല്ലാത്ത പെണ്ണുങ്ങളെ മഖബറകളിൽ കിടക്കുന്ന മഹാന്മാർക്ക് കാണൽ ഹറാമാണ് താനും. അതാ നല്ല രസമുള്ള മരിച്ചുപോയാക്കത്തെ കിലീഫ്. പണ്ഡിതന്മാർക്ക് വേഗം മനസ്സിലാവും.
മരിക്കുന്നത് വരെ മാത്രമേ കൂട്ടരെ തെക്കിലീഫുള്ളൂ, കൽപ്പനുള്ളൂ. മരിച്ചതിന് ശേഷം പിന്നെ പെണ്ണുങ്ങളെ കണ്ടുകൂടാ, ഖബറിലുള്ളാക്ക്. നിങ്ങളല്ലേ അതിന്റെ നേരെ ഇപ്പുറത്ത് പറയുന്നു, ഖബറിലുള്ള ആളെടുത്ത് പോയാൽ അവർ കാണുകയില്ല, അറിയയില്ല. അപ്പോഴേക്ക് പിന്നെ പെണ്ണുങ്ങളെങ്ങനെയാ കാണുന്നത്? അപ്പൊ അവർ പറയും ഞങ്ങൾ സംവാദത്തിനൊന്നുമില്ല. കാരണം അപ്പൊ കള്ളി പൊളിയും, വിവരക്കേട് പൊളിയും. അപ്പൊ ഈ തബ്ലീഗ് ജമാഅത്ത് മഹാന്മാരുടെ മഖ്ബറയിൽ സ്ത്രീകൾ പോകുന്നത് പുണ്യകർമ്മമാണെന്ന് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തുഹയിൽ പറഞ്ഞില്ലേ? എല്ലാ ഇമാമിങ്ങളും പറഞ്ഞില്ലേ? വേണ്ട, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഞാൻ മഖ്ബറയിൽ പോകുമ്പോൾ എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോ അസ്സലാമു അലാ അഹ്ലിദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ? എന്നാ ഇതിൽ തബ്ലീഗുകാർ ഒരു ഹദീസ് കക്കുന്നത് കേട്ടോളി, അതിനെ കാണാൻ രസമുണ്ടത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് ഒരു ഹദീസിൽ. എന്താ പറഞ്ഞതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തപ്പോ ഞാൻ അവിടെ സിയാറത്തിന് പോകാറുണ്ട്. അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ മറവ് ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ പോകാറുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ എന്റെ ശരീരം എത്രത്തോളം കൂടുതൽ മറച്ചു എന്ന് ശ്രദ്ധിക്കാറില്ല. കാരണം അവർക്കൊക്കെ എന്നെ കാണാവുന്നവരാണ്. ഒന്ന് ബാപ്പയാണ്, ഒന്ന് ഭർത്താവാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്തപ്പോൾ പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് ആയിഷ ബീവി പറയുന്നു. പക്ഷെ ഈ ബുക്കിൽ എന്ത് ചെയ്തു എന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബിനെ മറവ് ചെയ്തപ്പോ ഞാൻ തീരെ അങ്ങോട്ട് പോയിട്ടില്ല എന്നാക്കി മാറ്റി ഹദീസ്. തബ്ലീഗുകാരൊരു ബക്കറ്റ് നോക്ക് നിങ്ങൾ. ഹദീസ് കട്ടിട്ട് ഹദീസ് മാറ്റിമറിച്ചിട്ട് എഴുതി. ഞങ്ങളിത് കാണുമ്പോ അറിവുള്ള ആളുകൾ ഇത് കാണുമ്പോ ഇവരിങ്ങനെ ദീൻ ഫസാദാക്കുമ്പോ മിണ്ടാതിരിക്കാൻ പറ്റുമോ? മിണ്ടാതിരുന്നാൽ അല്ലാഹുവിങ്കൽ ഞങ്ങളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ തബ്ലീഗ് ജമാഅത്തിനെതിരെ ശബ്ദിച്ചത് എന്ന് സാന്ദർഭികമായി ഞാനിവിടെ പറയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ ഈ റബീഉൽ അവ്വൽ ആലുവയിൽ പോയി. അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു ചങ്ങാതി ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞൊരു പ്രായം ചെന്ന മനുഷ്യൻ, പാവ ഒരു ബിസിനസ്സുകാരനാണ്. അയാൾക്ക് ഒരറിവുമില്ല. അല്ലാഹു തആലക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അയാൾ ഖുതുബുസ്സമാനാണ്. ഞാനവിടെ ചെന്നപ്പോ ഒരാൾ കൊണ്ടുതന്ന ഇതെന്താ സാധനം? ഖുതുബുസ്സമാൻ നടത്തുന്ന ഒരു സ്ഥാപനം. ഡോക്ടർ അൽഹാജി ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ 048426220167 ചെയർമാൻ. ടെലിഫോൺ നമ്പറൊക്കെ ഇതിലുണ്ട്. ഇതില് അദ്ദേഹം വേറെ പെണ്ണുങ്ങളെ കൂടെ, അന്യ പെണ്ണുങ്ങളെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അതെല്ലാം പോട്ടെ, അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഖുതുബുസ്സമാനെ എന്നിട്ട് ഇതിൽ ആ സ്ഥാപനത്തിന്റെ കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് യൂണിയൻ ബാങ്കിൽ നിന്നുള്ള സമയബന്ധിത വായ്പ 1,18,97,000 അതുമല്ല 18,97,000 അല്ല, അതുമല്ല, അതിലും കൂടുതലാ എഴുതിയതനുസരിച്ച്. അങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പിക വാങ്ങിയിരിക്കുകയാണ് ബാങ്കിൽ നിന്ന്. വാങ്ങിയതല്ല രസം, കുറച്ചിങ്ങോട്ടെത്തുമ്പോ ചെലവെഴുതുന്നുണ്ട്. ചെലവെഴുതുന്ന കൂട്ടത്തില് ഖുതുബുസ്സമാന്റെ ചെലവ്, ലോണിന്റെ പലിശ 6,75,763. ആരായത്? ഖുതുബുസ്സമാൻ പലിശ കൊടുക്കുന്നു. ഇതെന്ത് ഖുതുബുസ്സമാനാ? ഇതെന്തൊരു ആഖിറുസ്സമാനാ? സുഹൃത്തുക്കളെ, ലഅനല്ലാഹു ആകില റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദൈഹി. പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും സാക്ഷി നിൽക്കുന്നവരെയും എഴുതുന്നവരെയും ഒക്കെ അല്ലാഹു ലഅനത്ത് ചെയ്തു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ പലിശയുമായി ബന്ധപ്പെടുന്ന ആളെ ഖുതുബാണോ? എന്നിട്ട് ഖലീഫമാരെന്ന് പറഞ്ഞിട്ട് നടക്കുന്നു പാവങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച വഴിയാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ഓരോ സമയത്തും ഓരോ പ്രവർത്തനം നടത്തി. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കണോ നമ്മളെ പുതിയ സന്ദേശം? എല്ലാ പാർട്ടിക്കാർക്കും, എല്ലാ സംഘടനക്കാർക്കും, എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും നമ്മളിപ്പോൾ നൽകുന്ന സന്ദേശം സാന്ത്വനത്തിന്റെ